യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ശത്രുരാജ്യത്തിന്റെ ഭരണത്തലവൻ വധിക്കപ്പെടുക എന്നത് അത്യാപൂർവമായി പോലും സംഭവിക്കുന്നതല്ല. അതാണ് ഇറാനിൽ സംഭവിച്ചത്. ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊട്ടാരം തകർന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടു. തലക്കടിച്ചാൽ പിന്നെ വാൽ പൊങ്ങില്ല എന്നാണ് പ്രമാണമെങ്കിലും അതല്ല ഈ ആക്രമണത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ സംഭവിച്ചത്. ഇറാൻ ഇസ്രയേലിനെയും 12 ഗൾഫ് രാജ്യങ്ങളെയും തിരിച്ചടിച്ചു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിലും ഗൾഫിലും എണ്ണത്തിൽ കുറവാണെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പറയുന്നത്. അമേരിക്ക ഇറാൻ ആക്രമിക്കുമെന്നത് ഏതാണ്ട് ലോകം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ US ഇറാൻ ചർച്ചകൾ തുടരുന്നതിനിടെ തികച്ചും അപ്രതീക്ഷിതമായി ഇസ്രയേലാണ് ആദ്യ ആക്രമണം നടത്തിയത്. ഇറാനെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണിലെ കരടാക്കി മാറ്റിയത് അവരുടെ ആണവ പദ്ധതികളാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സംയുക്ത സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ ഹൃദയഭാഗങ്ങളിൽ ഇസ്രയേൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. എന്നാൽ അയൽ രാജ്യങ്ങളിലെ US സൈനിക നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് ഇറാൻ തിരിച്ചടിക്കുകയാണ്. തിരിച്ചടി കടുക്കുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഖരത്തിനോ അവരുടെ ആയുധ ശേഖരത്തിനും ഒരു കുറവും വന്നിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെൽ അവീവിലെയും ഹൈഫയിലെയും കിഴക്കൻ ജെറുസലേമിലെയും സർക്കാർ കേന്ദ്രങ്ങൾക്ക് സമീപം മിസൈലുകൾ വീണിരിക്കുകയാണ്. ഖൈബർ ഷെക്കാൻ അഥവാ ഖൈബർ ബസ്റ്റർ എന്നു പേരുള്ള തങ്ങളുടെ മിസൈലാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇറാന്റെ ഈ മാരകായുധമെന്നും ഇതിന്റെ പ്രത്യേകതകളെന്നും നോക്കാം. ഇറാനിലെ ഏറ്റവും ആധുനികവും ശക്തവുമായ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നാണ് ഖൈബർ ഷെക്കാൻ. 7-ാം നൂറ്റാണ്ടിലെ ഖൈബർ യുദ്ധത്തിൽ നിന്നാണ് ഇതിന്റെ പേര് പ്രചോദനം ഉൾക്കൊണ്ടത്. അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാന യുദ്ധമായിരുന്നു. ഇറാന്റെ സൈനിക ശക്തിയുടെ പ്രതീകമാണ് ഈ മിസൈൽ. ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഖൈബർ ഷെക്കന്റെ സവിശേഷതകൾ നോക്കാം. ദൂരപരിധി 1450 കിലോമീറ്റർ. ഇറാനിൽ നിന്നും ഇസ്രയേലിലേക്ക് എളുപ്പത്തിൽ ഇതിന് എത്തിച്ചേരാം. ഭാരം 1500 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ ഇതിന് കഴിയും. ഗൈഡൻസ് സിസ്റ്റം ലക്ഷ്യങ്ങളിൽ കൃത്യമായി എത്താനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുളച്ചു കയറാനും സഹായിക്കുന്ന സാറ്റലൈറ്റ് നാവിഗേഷനും കൺട്രോൾ ഫിനുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. പ്രൊപ്പൽഷൻ ഇത് കര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് വേഗത്തിലും സുരക്ഷിതമായും വിക്ഷേപിക്കാൻ അനുവദിക്കുന്നു. ദ്രാവക ഇന്ധന മിസൈലുകളെ അപേക്ഷിച്ച് കര ഇന്ധന മിസൈലുകൾ തയ്യാറാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇത് ശത്രുവിനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവയെ നശിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. മാനുവറബിലിറ്റി ഇതിനൊരു മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഉണ്ട്. ഇത് അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ ദിശ മാറ്റാനുള്ള കഴിവ് മിസൈലിന് നൽകുന്നു. ഇസ്രയേലിന്റെ അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. വിനാശകരമായ ശക്തി ഈ മിസൈലിന് ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിക്കാൻ കഴിയും. ഇത് വലിയൊരു പ്രദേശത്ത് നാശം വിതയ്ക്കും. 2025 ജൂൺ 22-ന് ഇറാൻ ഇസ്രയേലിനെ 20-ാം തവണ മിസൈൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഖൈബർ ഷെക്കാൻ മിസൈലുകൾ ആദ്യമായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്നു. ഇത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയുമായി. റഷ്യൻ ഉത്തര കൊറിയൻ മിസൈൽ മാതൃകകളെ അടിസ്ഥാനമാക്കിയാണ് ഇറാൻ മിസൈൽ നിർമ്മാണം ആരംഭിക്കുന്നത്. 1980-കളിലെ ഇറാൻ ഇറാഖ് സംഘർഷത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനം പൂർണ്ണ ശക്തിയിലെത്തിയിരുന്നുവെന്നും 600-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമാണ് മിസൈലുകൾ ഉപയോഗിക്കുകയെന്നാണ് ഇറാന്റെ പ്രതികരണം. ഖൈബർ ഷെക്കാൻ മിസൈലിന്റെ ഉപയോഗം ഇറാന്റെ സൈനിക തന്ത്രത്തിലെ ഒരു പ്രധാന മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. 15 മിനിറ്റ് കൊണ്ട് പ്രവർത്തന സജ്ജമാക്കുന്ന മിസൈലാണ് ഇത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം 1000 കിലോമീറ്ററാണ്. മധ്യപൂർവ്വ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം തന്നെ ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 780 കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം, 1760 കിലോമീറ്റർ റേഞ്ചുള്ള ഖദർ 1 എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ്. എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് ഖൈബർ ഷെക്കാനുള്ളത്. അപാരമായ കൃത്യതയുള്ള മിസൈലിന് ഏതു മിസൈൽ കവച സംവിധാനങ്ങളെയും കീഴടക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഇറാന്റെ വാദം. മാസങ്ങൾക്ക് മുമ്പ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത് രഹസ്യ ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. എന്നാൽ ഖത്തറിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ പ്രയോഗിച്ചതോടെ പൊടുന്നനെ അമേരിക്ക ആക്രമണം നിർത്തിവെക്കുകയായിരുന്നു. അതിൽ ഇസ്രയേലിന് അമർഷമുണ്ടായിരുന്നു. അതിനാലാണ് ഇത്തവണ ഇസ്രയേൽ തന്നെ യുദ്ധം തുടങ്ങിവെച്ചത്. ഇറാനിലെ ആണവായുധ ഗവേഷണ കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ ഇനിയൊരു അരനൂറ്റാണ്ടെങ്കിലും വേണ്ടിവരുന്ന വിധത്തിൽ നശിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. അതവർ പൂർത്തിയാക്കാതെ പിന്മാറുക സാധ്യമാണെന്നും തോന്നുന്നില്ല.
യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയെന്ന ട്രംപിന്റെ പ്രസ്താവനയും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. പശ്ചിമേഷ്യൻ മേഖലകളിൽ തീയ്ക്ക് പകരം ജലം നിറയ്ക്കാൻ ലോകം ഒന്നിച്ചു നിൽക്കേണ്ട സമയം കൂടിയാണ് ഇത്.